നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ മുടി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നല്ലൊരു ലോങ് സ്ട്രെയിറ്റ് ഹെയർ അല്ലെങ്കിൽ ഉള്ള ഹെയർ കുറച്ച് ഗ്ലോസി ആയിട്ടൊക്കെ കിടക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാം? എനിക്കറിയാവുന്ന ഒരു ടിപ്പ് ഞാനിപ്പോൾ പറയാം കേട്ടോ. മറ്റൊന്നുമല്ല, ഒലീവ് ഓയിലും കാസ്റ്റർ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ, അതായത് 1:1:2 എന്നുള്ള പ്രൊപ്പോർഷനിൽ നമ്മൾ എടുത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മുടി നന്നായി വളരുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ചെറിയ ഗ്ലോ നമ്മുടെ ഹെയറിന് കിട്ടുകയും ചെയ്യും. കാണാം നമുക്ക് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ്. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പഞ്ചതത്വ ഫേഷ്യലാണ്, ഹെർബൽ ഫേഷ്യലാണ്. ഇതിൽ മഞ്ചിഷ്ട, ജഡമാസി, മാങ്ങ ഇഞ്ചി അങ്ങനെ തുടങ്ങിയ ഹെർബ്സാണ് ചേരുന്നത്. അത് ഡ്രൈ ടു നോർമൽ സ്കിന്നിനും മെച്യൂർ സ്കിന്നിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫേഷ്യലാണ്. ഒരു ആയുർവേദിക് മണം തന്നെയാണ്, നല്ലൊരു ഹെർബൽ, നല്ലൊരു സൂത്തിങ് ഇഫക്റ്റ് ആയിരിക്കും ഈ ഫേഷ്യലിന്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഡീപ്പ് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസിങ് വളരെ ഡീപ്പായിട്ട് ചെയ്യണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് തന്നെ തുടച്ചു മാറ്റേണ്ടത്. നല്ലതായിട്ട് മസാജ് ചെയ്യണം. കംപ്ലീറ്റ് പ്യുവർ ഹെർബ്സാണ്. ഇത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഫേഷ്യൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ. മെച്യൂർ സ്കിന്നിന് നല്ല റിസൾട്ടായിരിക്കും. കാരണം ആദ്യം ഇത് മഞ്ചിഷ്ട എന്ന് പറഞ്ഞ സ്കിന്നിന് വളരെ നല്ലതായിട്ടുള്ള ഒരു ആയുർവേദിക് പ്രോഡക്റ്റാണ്. നന്നായിട്ട് ക്ലെൻസ് ചെയ്ത ശേഷം തുടച്ചു മാറ്റുക. ഡീപ്പ് ക്ലെൻസിങ് ആയിരിക്കണം. സാധാരണ സ്കിന്നിൻ്റെ pH ബാലൻസ് എന്ന് പറയുന്നത് 5.5, 5.6 അങ്ങനെയാണ്. pH ബാലൻസ് കറക്റ്റ് ചെയ്ത് വരാനും നല്ലതാണ് ഈ ഫേഷ്യൽ. അതിനുശേഷം ഇതിൻ്റെ ഒരു കിഴി വെച്ചിട്ടുള്ള ഒരു സ്ക്രബിംഗ് ആണ് ഇത് ചെയ്യുന്നത്. കിഴി എന്ന് പറയുമ്പോൾ ഇതിനൊരു പൗഡർ ഫോമിൽ വരുന്നുണ്ട്. ആ പൗഡർ കുറച്ചെടുത്ത് അതിൽ മാങ്ങ ഇഞ്ചി, ജഡമാസി അങ്ങനെയുള്ള കുറച്ച് ഹെർബ്സ് ചേർത്തുണ്ടാക്കിയതാണ്. അത് പാലിൽ, 1 കപ്പ് പാലിൽ നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുത്ത് ഒരു കിഴി പോലെ ഉണ്ടാക്കി. ഇതിൻ്റെ കൂടെ വരുന്നതാണ് കിഴിയിൽ അതെടുത്തതാണിത്. ആ പാലിൽ വേവിച്ചെടുത്താണ്. അത് വെച്ച് വേണം മസാജ് ചെയ്യേണ്ടത്. പാലെപ്പോഴും സ്കിന്നിന് നല്ലൊരു ഇഫക്റ്റാണ്, നല്ലൊരു എന്താ പറയുക, ഒരു ടാൻ റിമൂവറാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ മിക്കവാറും എല്ലാവരുടെയും പ്രശ്നമാണ് സ്കിൻ ടാൻ ആവുന്നത്. ടാൻ മാറുന്നതിനും വളരെ നല്ലതാണ് പാല്. കിഴി വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഫേഷ്യലാണിത്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഫേഷ്യലിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ഫേഷ്യലാണിത്. സ്കിന്നിന് റിങ്കിൾസ് അങ്ങനെ ആൻറ്റി ഏജിങ് ഇഫക്റ്റ് എന്തെങ്കിലും വരുവാണെങ്കിലും ഈ ഫേഷ്യൽ മാസത്തിൽ 1 or 2 ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് മാറിക്കിട്ടുന്നതാണ്. ആൻറ്റി ഏജിങ് പെട്ടെന്ന് വരികയില്ല. 30 വയസ്സിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഈ ഫേഷ്യൽ ചെയ്തു തുടങ്ങാം. കെമിക്കൽ കണ്ടൻ്റൊന്നും തീരെ ഇല്ലാത്തൊരു ഫേഷ്യലാണിത്. ഇത് ചെയ്യുമ്പോൾ തന്നെ കണ്ണിന് നല്ലൊരു കുളിർമ ഉണ്ടാവും. നല്ലൊരു തണുപ്പും നല്ലൊരു സൂത്തിങ് ഇഫക്റ്റാണ് സ്കിന്നിന്. അതിനുശേഷം ഇത് യൂസ് ചെയ്യാം. ഇതിനകത്തുള്ള ഇതെല്ലാം ഒരു സ്ക്രബായിട്ട് പുറത്ത്. കിഴിയിൽ നിന്ന് കംപ്ലീറ്റ് അത് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ സ്ക്രബായിട്ട് യൂസ് ചെയ്യേണ്ടത്. നന്നായിട്ട് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്യുക.
സാധാരണ മൂക്കിൻ്റെ വശങ്ങളിലും കുറച്ച് ഡെഡ് സ്കിൻ കൂടുതലാണ്. സ്ക്രബിങ് കണ്ണിന് ചുറ്റും അധികം ചെയ്യാൻ പാടില്ല, കാരണം അതിൻ്റെ ഗ്രാനുൾസ് കണ്ണിനകത്ത് പോയി കഴിഞ്ഞാൽ കണ്ണിന് ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണിന് ചുറ്റും അങ്ങനെ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. 5 മുതൽ 7 മിനിറ്റ് വരെ സ്ക്രബിങ് ചെയ്യേണ്ടതാണ്. ഒരു 4 സിറ്റിങ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ സ്കിൻ ടോൺ നന്നായിട്ട് മാറുന്നതായിട്ട് കാണാൻ കഴിയും. അതിന് ശേഷം ഒരു ബ്ലൻഡ് നൈഫും ഉണ്ട്, അത് എടുത്തു മാറ്റും. ബ്ലണ്ട് നൈഫ് അതല്ലെങ്കിൽ എഡ്ജ് കുറച്ച് അല്പം മാത്രം ഷാർപ്പായ ഒരു ഇതുപോലുള്ള സ്പാറ്റുല വെച്ചെടുത്താലും മതിയാവും. അതിന് ശേഷം ബാക്കി തുടച്ചെടുത്ത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു ഫേഷ്യലാണിത്. ഇതിന് ഐസ് ക്യൂബൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ആയുർവേദിക് ആയതുകൊണ്ട് ഐസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇതിനൊരു ഓയിലുണ്ട്, ആ ഓയിൽ മിക്സ് ചെയ്ത് വേണം ക്രീം മസാജ്. കംപ്ലീറ്റ് സ്ക്രബും റിമൂവ് ചെയ്ത ശേഷം ഇനി മസാജിങ് ആണ്. 15 മുതൽ 20 മിനിറ്റ് വരെ മസാജ് ചെയ്യാം. ഇതൊരു വൈറ്റനിങ് ക്രീമുമാണ്, വളരെ കുറച്ച് മതിയാവും. ഒരു ഓയിലും കൂടെ ഉണ്ട്, ആയുർവേദിക് ഓയിലാണ്. അതും കൂടെ ഒരു 5 to 6 ഡ്രോപ്സ് മിക്സ് ചെയ്ത് ഐസ് ക്യൂബ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ക്രീം വെച്ച് കണ്ണുകൾക്ക് നല്ലൊരു മസാജിങ് കൊടുക്കുക. 15 മുതൽ 20 മിനിറ്റ് വരെ മസാജ് ചെയ്യാം. ക്രീം നന്നായി അബ്സോർവ് ചെയ്യണം. ക്രീമും ആ ഓയിലും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് സ്കിന്നങ്ങ് അബ്സോർവ് ചെയ്യണം. ഇത് മുഖത്ത് മാത്രമല്ല കൈകളിലും ദേഹത്തുമൊക്കെ കംപ്ലീറ്റ് ഇത് വെച്ച് മസാജ് ചെയ്യാവുന്നതാണ്. ഒരു പ്യുവർ ഹെർബൽ ആണ്, ആയുർവേദിക്കാണ്, വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല, പ്രത്യേകിച്ച് കെമിക്കൽ കണ്ടൻറ്റ് യാതൊന്നും ഇല്ലാത്തതാണ്. പഞ്ചതത്വ ഫേഷ്യൽ എന്നാണ് പറയുന്നത്. 5 ഹെർബ്സാണ് മെയിനായിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നന്നായിട്ട് അബ്സോർബ് ചെയ്ത ശേഷം ഇനി അടുത്ത പാക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റി. എല്ലാ ഫേഷ്യലും പോലെ തന്നെ ഫൈനൽ ഒരു പാക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിങ്ങനെ ബ്രഷിലെടുത്ത് ചെയ്യണമെന്നില്ല, കൈ കൊണ്ട് നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്താൽ മതി. കണ്ണിനൊരു ചെറിയൊരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടാൻ ഒരു ടോണർ കോട്ടണിൽ ഡിപ്പ് ചെയ്ത് 5 മിനിറ്റ് വെച്ച് പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ചെറിയൊരു ഒന്ന് വെറ്റാക്കി ഒന്ന് മസാജ് ചെയ്ത് റിമൂവ് ചെയ്താൽ മതിയാവും. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അത് പതുക്കെ റിമൂവ്. ജസ്റ്റ് ഒന്ന് വെറ്റാക്കിയ ശേഷം മസാജ് ചെയ്ത് എടുത്ത് മതി. ഒരു വെറ്റ് കോട്ടൺ കൊണ്ട് തുടച്ചു മാറ്റാം. കംപ്ലീറ്റ് തുടച്ചു മാറ്റിയ ശേഷം ഒരു സൺ പ്രൊട്ടക്ഷൻ ഇട്ട് വിടുക. ഇരുപത് ദിവസത്തിലൊരിക്കൽ ഈ ഫേഷ്യൽ ചെയ്താലൊരു 3-4 സിറ്റിംഗ് കൊണ്ട് എത്ര മെച്യൂർ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് കിട്ടാവുന്നതാണ്. അങ്ങനെ ഒരു നല്ലൊരു ആയുർവേദിക് ഫേഷ്യലാണ് പഞ്ചതത്വ ഫേഷ്യൽ എന്ന്. ഉപഭോക്താക്കളുടെ